നിലവിൽ ഈ പോളിംഗ് സ്റ്റേഷനിലേക്ക് വോട്ടർമാർ എത്തിത്തുടങ്ങിയിട്ടില്ല. പക്ഷേ മോക്ക് പോൾ പുരോഗമിക്കുകയാണ്. 7 മണിക്കാണ് വോട്ടെടുപ്പ് ആരംഭിക്കുക. എറണാകുളത്തെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നേരത്തെ പരമ്പരാഗതമായൊക്കെ കണ്ടിരിക്കുന്നത് രാവിലെ അല്പം മന്ദഗതിയിലും പിന്നീട് ഉച്ചയ്ക്കും വൈകിട്ടോടുകൂടി വലിയ ശക്തമായിട്ടുള്ള നിര ഈ പോളിംഗ് സ്റ്റേഷന് മുന്നിൽ കാണുകയുമാണ് പതിവ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി രാവിലെ തന്നെ വോട്ട് ചെയ്ത് മടങ്ങുക എന്ന രീതിയും വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എന്തായാലും ഈ ബൂത്ത് എന്ന് പറയുന്നത് കേസരി ബാലകൃഷ്ണ പിള്ള മെമ്മോറിയൽ കോളേജിലെ ബൂത്താണ്. 109, 108 രണ്ട് ബൂത്തുകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ബൂത്ത് കൂടിയാണ് ഈ ബൂത്ത്. എന്തായാലും എറണാകുളത്തും ഇക്കുറി വാശിയേറിയിട്ടുള്ള പോരാട്ടമാണ് നടക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് 13,24,047 വോട്ടർമാരാണ് ഇക്കുറി എറണാകുളത്ത് സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ ഉള്ളത്. അതോടൊപ്പം 6,80,000-ഓളം സ്ത്രീ വോട്ടർമാരാണ്. 6,40,000-ഓളം പുരുഷ വോട്ടർമാരുമുണ്ട്. കഴിഞ്ഞ തവണ 1,70,000-ഓളം വോട്ടിന്റെ ലീഡായിരുന്നു UDF സ്ഥാനാർത്ഥി ഹൈബീഡന് ഉണ്ടായിരുന്നത്. എന്തായാലും ഇക്കുറി വാശിയേറിയ പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. ഈ 3 മുന്നണി സ്ഥാനാർത്ഥികളും ശക്തമായിട്ടുള്ള പ്രചാരണം തന്നെ നടത്തിയിരുന്നു. എന്തായാലും 7 മണിയോടുകൂടി വോട്ടെടുപ്പ് ആരംഭിക്കും. അതിന് മുന്നോടിയായിട്ടുള്ള ആ ഒരു ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മോക്ക് പോളിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നു. പോളിംഗ് ഓഫീസർമാരുണ്ട്. അതോടൊപ്പം തന്നെ അതാത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ബൂത്ത് ഏജന്റുമാരും ഒക്കെ ഉണ്ട്. ഇത് ക്രമീകരിച്ച് ഒരു 6:45 ബൂത്തുകളെല്ലാം സജ്ജമാക്കുക എന്നതാണ് ആദ്യ ദൗത്യം. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് സെക്ടർ ഓഫീസർമാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിസർവ് ബാലറ്റുകളിൽ റിസർവ് വോട്ടിംഗ് യന്ത്രങ്ങൾ എത്തിക്കുക എന്ന ഒരു നടപടിയും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നടത്തും. 1130 പോളിംഗ് സ്റ്റേഷനുകളാണ് ഈ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ ഉള്ളത്. പ്രശ്നബാധിത ബൂത്തുകളൊന്നും തന്നെ ഇല്ല. എന്തായാലും എല്ലാ വെബ്കാസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പല ബൂത്തുകളിലും ഉണ്ട്. അത്തരത്തിൽ എല്ലാ ക്രമീകരണങ്ങളോടും കൂടി കാര്യങ്ങൾ നീക്കുകയാണ്. കൂടാതെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശക്തമായിട്ടുള്ള ചൂടുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഈ പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരെത്തി സമ്മതിദാനാവകാശം വിനിയോഗിക്കുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത്. മാത്രമല്ല കഴിഞ്ഞ തവണ 77% പോളിംഗ് പെർസെന്റേജ്. ആ പോളിംഗ് പെർസെന്റേജ് ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ മുന്നണി സ്ഥാനാർത്ഥികളൊക്കെ തന്നെ നടത്തുന്നുണ്ട്. അതാത് രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട വോട്ടർമാരെ കൊണ്ട് രാവിലെ തന്നെ എത്തി ബൂത്തുകളിലെത്തി വോട്ട് ചെയ്യിപ്പിക്കുക എന്നതാണ് ആദ്യ ദൗത്യം. തങ്ങളുടേതായിട്ടുള്ള വോട്ടുകൾ ആദ്യം തന്നെ പോൾ ചെയ്യിപ്പിക്കുക എന്നതാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നിലുള്ള ഇന്നത്തെ ദൗത്യം. അതിന്റെ ഭാഗമായി രാവിലെ തന്നെ ആ ഒരു ക്രമീകരണങ്ങൾ നടത്തും. അതുകൊണ്ട് തന്നെ തിരക്കും ഒരുപക്ഷെ രാവിലെ കൂടുതലായിരിക്കാൻ സാധ്യതയുണ്ട്. 7 നിയമസഭാ സെഗ്മെന്റുകളാണ് ഈ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ. അതിൽ തന്നെ നിലവിലെ ഒരു കക്ഷിനെ നോക്കിയാൽ നിയമസഭയിലാണെങ്കിൽ 4 UDF-ഉം 3 LDF-ഉമാണ്. പക്ഷേ ലോക്സഭയിലേക്ക് വരുമ്പോൾ അത്തരം ഒരു വോട്ടിംഗ് പാറ്റേൺ ആയിരിക്കില്ല ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ മുന്നണി സ്ഥാനാർത്ഥികളൊക്കെ തന്നെ വലിയ പ്രതീക്ഷയിലും ഒക്കെയാണ്. ശക്തമായിട്ടുള്ള പ്രചാരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും നടത്തിയിരുന്നു. എന്തായാലും ഇപ്പോൾ വോട്ടിംഗ് സ്റ്റേഷൻ അല്ലെങ്കിൽ പോളിംഗ് ബൂത്തുകളിൽ അതിന്റെ ക്രമീകരണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ 7 മണിയോടുകൂടി തന്നെ വോട്ടെടുപ്പ് ആരംഭിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടോ, ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെയുള്ള പരീക്ഷിക്കുന്നതിന് കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു ക്രമീകരണം അല്ലെങ്കിൽ ഈ മോക്ക് പോൾ നടത്തുന്നത്. മോക്ക് പോളിംഗ് എന്തായാലും ആരംഭിച്ചിട്ടുണ്ട്. ബൂത്ത് ഏജന്റുമാരുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾ, അതോടൊപ്പം തന്നെ പോളിംഗ് ഓഫീസർമാർ ഉൾപ്പെടെയുള്ളവരും ഉണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ 7 മണിയോടുകൂടി ഇവിടെ എത്തി വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് അറിയുന്നത്. അതിന്റെ ഭാഗമായി തന്നെ മറ്റ് എറണാകുളത്താണെങ്കിൽ സെലിബ്രിറ്റികൾ ഉൾപ്പെടെയുള്ള ആളുകളും ഒക്കെ ഇന്ന് രാവിലെ ഈ പോളിംഗ് സ്റ്റേഷനിലെത്തി സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നുണ്ട്. ഹൈബീഡൻ മാമംഗലത്താണ് വോട്ട് ചെയ്യുന്നത്. മാമംഗലം SNDP ഹാളിലാണ്, അവിടെയാണ് ബൂത്തിലാണ് ഹൈബീഡൻ UDF സ്ഥാനാർത്ഥി വോട്ട് ചെയ്യുന്നത്. പറവൂരിലാണ് ഷൈൻ ടീച്ചർ വോട്ട് ചെയ്യുന്നത്, LDF സ്ഥാനാർത്ഥി. അതോടൊപ്പം ചിറ്റൂരിലാണ് BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള ഡോക്ടർ KS രാധാകൃഷ്ണൻ വോട്ട് ചെയ്യുന്നത്. 3 മുന്നണി സ്ഥാനാർത്ഥികളുടെയും വോട്ടുകൾ ഈ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ തന്നെയുണ്ട്. അവരൊക്കെ തന്നെ രാവിലെ തന്നെ വോട്ടിംഗ് നടത്തുന്നതിനായി വോട്ട് എടുപ്പ് അല്ലെങ്കിൽ വോട്ട് ചെയ്യുന്നതിനായി എത്തും. എന്തായാലും ബൂത്തുകളിൽ എല്ലാ ക്രമീകരണങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അട്ടിമറി ഉണ്ടാകുമോ എറണാകുളത്ത് എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഷൈൻ ടീച്ചർ ഷൈൻ ചെയ്യുമോ ഇക്കുറി, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ NDA ഏത് തരത്തിലുള്ള ഒരു വോട്ട് ശതമാനമൊക്കെ അവർ കൂട്ടുമെന്നുള്ളത് ഈ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ നമ്മൾ ഈ ഹിന്ദി ഹൃദയഭൂമി എന്നൊക്കെ പറയും പോലെയാണ് എറണാകുളത്തെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. അവിടെ കോൺഗ്രസ് തന്നെ വിജയിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു മണ്ഡലമാണ്. പക്ഷെ ഇക്കുറി അങ്ങനെയല്ല. ഇതൊക്കെ കണക്കൂട്ടലൊക്കെ മാറും. പക്ഷെ നമുക്കൊന്നും പറയാൻ പറ്റില്ല അക്ഷയ. നമുക്കിപ്പോൾ പ്രശാന്ത് കൃഷ്ണ ചേർന്നുള്ളൂ തിരുവനന്തപുരത്ത് നിന്ന്. നമുക്ക് ഈ ചൂടിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം അവിടെ ഉണ്ടോ എന്ന് അറിയണമല്ലോ. പ്രശാന്ത്, അതായത് ചൂട് അതിഗംഭീരമാണല്ലോ, അതിനെക്കുറിച്ചാണ് നമ്മൾ നേരത്തെയും പറഞ്ഞു വന്നത്. അപ്പോൾ ഈ ചൂടിനെ തടുക്കാനായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ഒരുക്കങ്ങളാണ് പ്രശാന്ത് നിൽക്കുന്ന സ്ഥലത്തുള്ളത്? പന്തലോ മറ്റോ ഉണ്ടോ? കുടിവെള്ളം കരുതിയിട്ടുണ്ടോ?
മോത്തി, ഞാൻ നിൽക്കുന്ന ഈ ബൂത്തിലെ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. അതായത് ഈ ജില്ലയിലെ എല്ലാ ബൂത്തുകളിലും CCTV സർവൈലൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സുരക്ഷയുടെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള കോംപ്രമൈസും ഇല്ല. പിന്നെ ചൂടിൻ്റെ കാര്യം, ഓരോ ബൂത്തിൻ്റെയും മുന്നിൽ കുടിവെള്ളം സജ്ജീകരിച്ചിട്ടുണ്ട്. അത് വരി നിൽക്കുന്നവർക്ക്, അതുപോലെ ആവശ്യക്കാർക്ക് ഈ ചൂടുകാലത്ത് ദാഹിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യമില്ല. നിർജ്ജലീകരണം ഒഴിവാക്കാനുള്ള നടപടിയുടെ ഭാഗമായാണ്. ഇവിടെ ഇപ്പോൾ ഈ നഗരമണ്ഡലത്തിലെ ബൂത്ത് ആയതുകൊണ്ട് തന്നെ വലിയ ഇത് ആളുകൾക്ക് അല്ലെങ്കിൽ ഈ വോട്ട് ചെയ്യാൻ വരുന്നവർക്ക് ഇതുപോലെ സ്കൂൾ വരാന്തയെല്ലാം നിൽക്കാനുള്ള അവസരമുണ്ട്. വലിയ പന്തൽ കെട്ടാനുള്ള, അതായത് വെയിലാണെങ്കിൽ പന്തൽ കെട്ടാനുള്ള, വെയിലിൻ്റെ പ്രശ്നമുള്ളടങ്ങളിൽ പന്തൽ കെട്ടാനുള്ള നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ചില പോളിംഗ് സ്റ്റേഷനുകളിലെല്ലാം അത്തരത്തിൽ പന്തലുകൾ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും വോട്ടർമാർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാത്ത വിധം വോട്ട് ചെയ്ത് മടങ്ങാനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനം, ഇത്തവണ ആകെ ഉള്ളത് 5 ലക്ഷത്തി, അതായത് കന്നി വോട്ടർമാർ 5,34,394 പേരാണ്. അതായത് 18 വയസ്സിനും 19 വയസ്സിനും മധ്യപ്രായമുള്ളവർ. ആദ്യമായി ഇവിടെ വരുന്നവർക്ക് വോട്ട് ചെയ്യുമ്പോൾ ഒരു അങ്കലാപ്പെല്ലാം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് സംബന്ധിച്ച ഗൈഡ് ലൈനുകൾ ഏതൊക്കെ രീതിയിൽ വേണം വോട്ട് ചെയ്യേണ്ടതെന്ന് നൽകിയിട്ടുണ്ട്. ഓരോരുത്തരും ബൂത്തിലേക്ക്, ഈ ബൂത്തിൻ്റെ കവാടത്തിന് തൊട്ട് മുന്നിലാണ് ഞാനുള്ളത്, ബൂത്തിലേക്ക് എത്തുമ്പോൾ ഒരു കന്നി വോട്ടർക്ക് സംശയങ്ങൾ തോന്നിയാൽ അത് അവസാനവട്ട സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടിയുള്ള എങ്ങനെ വോട്ട് ചെയ്യാം അത് ഓർക്കുക. അതായത് 1ാം പോളിംഗ് ഓഫീസർ വോട്ടർ പട്ടികയിൽ മാർക്ക് ചെയ്യപ്പെട്ട പകർപ്പിൻ്റെ ചുമതലയുള്ള ഓഫീസർ തിരിച്ചറിയൽ രേഖകളിൽ നിന്ന് നിങ്ങൾ യഥാർത്ഥ വോട്ടറാണോ എന്ന് പരിശോധിക്കും. അതിനുശേഷം യഥാർത്ഥ വോട്ടറാണെന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ ഇടത് കൈയിലെ ചൂണ്ടുവിരലിലാണ് കന്നി വോട്ടർ, ഏത് വോട്ടർക്കും അങ്ങനെയാണ്, മഷി പുരട്ടുക. വോട്ടർ രജിസ്റ്റർ, അതിനുശേഷം ഈ വോട്ടേഴ്സ് രജിസ്റ്ററിൽ പതിപ്പിച്ച ശേഷം, ഈ വിരലടയാളം പതിപ്പിച്ച ശേഷം വോട്ടേഴ്സ് സ്ലിപ്പ് നൽകുന്നു. രണ്ടാമത്തെ പ്രൊസീജിയറാണ്. ഇതിന് മൂന്നാമത്തേതാണ് വോട്ടേഴ്സ് സ്ലിപ്പിൻ്റെ ക്രമ നമ്പർ പരിശോധിച്ച ശേഷം 3ാം പോളിംഗ് ഓഫീസർ ഈ വോട്ടറുടെ വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നു. അതായത് നേരെ വോട്ടിംഗ് മെഷീൻ്റെ മുന്നിലേക്ക് വിടുകയാണ്. അവിടെ ഓരോ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥി ആരാണോ അവർക്ക്, ഈ വോട്ടർക്ക് അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാം. ആദ്യം അവരവിടെ ചെല്ലുമ്പോൾ, കന്നി വോട്ടർ ചെല്ലുമ്പോൾ നീല ബട്ടൺ ആണ്, അതായത് വോട്ടിങ്ങിന് സജ്ജമായി കഴിഞ്ഞാൽ നീല ബട്ടൺ അമർത്തണം. നീല വെളിച്ചം തെളിയും, ബീപ്പ് ശബ്ദം കേൾക്കും. അതിനുശേഷം പ്രത്യേകം ശ്രദ്ധിക്കണം, VVPAT എന്ന സംവിധാനമുണ്ട്. VVPAT മെഷീനിൽ ഏത് സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്തത് ആ സ്ഥാനാർത്ഥിയുടെ ചിഹ്നം സ്ലിപ്പ് തെളിയും. 7 സെക്കൻഡ് വോട്ടർക്ക് അത് കാണാൻ സാധിക്കും. അപ്പോൾ ഏത് സ്ഥാനാർത്ഥിക്കാണോ ബാലറ്റ് യൂണിറ്റിൽ അമർത്തിയത് അത് തന്നെയായിരിക്കും VVPATലും തെളിയുക. അവിടെ എന്തെങ്കിലും ആശയക്കുഴപ്പമുണ്ടെങ്കിൽ അത് അവിടുത്തെ റിട്ടേണിംഗ് ഓഫീസർക്ക് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യാം. അവർക്ക് അവരുടെ പരാതിയെ ബോധിപ്പിക്കുകയും ചെയ്യാം. ഏതായാലും അത്തരത്തിൽ കുറ്റമറ്റ രീതിയിൽ തന്നെയാണ് ഈ സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. ഒരു കന്നി വോട്ടർക്ക്, അതായത് 5,34,000 കന്നി വോട്ടർമാരുണ്ട്. അവർക്കാണ് ഇത്തരത്തിൽ ആദ്യമായി വോട്ട് ചെയ്യാൻ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള സംശയങ്ങളെല്ലാം ഉണ്ടാകുക. ഒരു സംശയത്തിൻ്റെയും ആവശ്യമില്ല. നേരെ പോളിംഗ് ബൂത്തിൻ്റെ മുന്നിലേക്ക് എത്തുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം കാര്യങ്ങൾ മുറ പോലെ നടക്കും. വോട്ട് ചെയ്ത് ആദ്യ വോട്ട് വിനിയോഗിച്ച് മടങ്ങാം. ഏറ്റവും പ്രധാനം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുക. അത് ആർക്കാണെങ്കിലും ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകുക എന്നതാണ്. ഓരോ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പും. കാരണം നിലവിലെ സാഹചര്യം ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും നിലനിൽപ്പിൻ്റെയും എല്ലാം പോരാട്ടം തന്നെയാണ്. അപ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ശക്തമായ ത്രികോണ മത്സരമായതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ രാവിലെ തന്നെ ഒരു ഉച്ചയ്ക്ക് മുൻപ് തന്നെ അവരുടെ പരമാവധി പൊളിറ്റിക്കൽ വോട്ടുകളെല്ലാം തന്നെ പോൾ ചെയ്യിക്കും. അതിനുശേഷം പ്രായപൂർത്തിയായിട്ടുള്ള ഓരോ പൗരന്റെയും അവകാശമാണെങ്കിൽ മുന്നണികൾ ഉറപ്പാക്കുന്നുള്ളതാണ്.